ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം ഞാനും കുഴപ്പമില്ലാതിരിക്കുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പനിയും ജലദോഷവും ചുമയും ഒക്കെ ആയിട്ടിരിക്കുക. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാനിപ്പോൾ ഈ സമയത്ത് ഓടി വന്ന് നിങ്ങളോട് അതുപോലെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ വന്നത്. ഒരു പുള്ളിക്കാരി എന്നെ ഒരു 1.5-2 മാസമായിട്ട് നിരന്തരം ഇൻസ്റ്റയിൽ വിളിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊച്ചെടുത്തയച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. ഒരു കുറേന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോള് വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട്. കാരണം എൻ്റെ സാഹചര്യം കൊണ്ട് ഞാനിപ്പോൾ 1.5-2 മാസമായിട്ട് ആരുടെയും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആരും ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അത്രയ്ക്ക് അമ്മച്ചിക്ക് വയ്യ, അതുപോലെ എനിക്കൊരു സുഖമില്ലായ്മ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. കാരണം കൊച്ചിന് വയ്യാഴി എല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു കുടുംബത്തെ കാര്യം നിങ്ങൾക്കറിയാലോ, നമുക്ക് ഫോണും കൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല. എങ്കിൽ പോലും ആ ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അതിനൊരു മറുപടി പറയുമ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കേൾക്കണമെന്ന് വിചാരിച്ചത്. അവർ പറയുന്ന അവർ 9 വർഷമായി അവരുടെ വീട് പണി തുടങ്ങിയിട്ട്, പക്ഷേങ്കിൽ കയ്യിൽ കാശുകൊണ്ട് വീട് പണി പൂർത്തിയാകുന്നില്ല. ഇപ്പോഴും ഏതാണ്ട് 17,000 രൂപ കൊടുത്തിട്ട് വാടകയ്ക്കാ താമസിക്കുക. എന്തെങ്കിലും ഒരു മാർഗം പറയാം. ഞങ്ങൾ പലരെയും കണ്ടു, പലതും ചെയ്തു, ഒരു രക്ഷയില്ല ചേച്ചി, അതങ്ങ് പെൻഡിങ്ങിൽ തന്നെ കിടക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ മാസം ഒരു 17-ാം തീയതിയോട് കൂടി അവരെ വിളിച്ചു. അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടാവണം ഞാൻ നിങ്ങളോട് ഇതിനൊരു മറുപടി പറയാനെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവരെന്നെ ഇന്ന് വിളിച്ച്, രാവിലെ വിളിച്ചിരുന്നു തന്നെ ഒരു 11-12 ആയപ്പോഴത്തേന്, ചേച്ചി ഞങ്ങളുടെ പെരപണി വീണ്ടും തുടങ്ങി കേട്ടോ, നല്ല രീതിയിൽ എളുപ്പം മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കയറി ഇറങ്ങി കാശ് മുടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അവർ പറയുന്നത് അവരുടെ മനസ്സിൽ കിടന്ന ഒരു ധാരണയൊക്കെ, അവർ വീട് പണിയുന്നതിൽ പലർക്കും കുശുമുണ്ട്, അതിനാരോ എന്തോ കൂടോത്രം ചെയ്തതാണ്, അല്ല അത് മുടങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഭയങ്കരമായ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നൊക്കെ ഇവരുടെ മനസ്സിൽ അങ്ങ് കയറിക്കൂടിയൊക്കെ. ഒരാളുടെ പേര് മനസ്സിൽ കയറിക്കൂടുന്നത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് മാറ്റിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പം മനസ്സിൽ കയറുന്ന നമ്മുടേതായ സംശയങ്ങളാണ്. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദോഷങ്ങളും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം മുണക്കിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ആ മനസ്സിൽ അടി ഉറച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ നമ്മളെടുത്ത് മാറ്റിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അവരുടെ വീട്ടിൽ പണിയാൻ വന്ന 2 പേർക്ക് എന്തോ അപകടം ഉണ്ടായി. ഒരാളുടെ കാലയിൽ കട്ട വീണു എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും, അപ്പോൾ അയാളുടെ കാലിൻ്റെ പത്തിയുടെ അസ്ഥി പൊട്ടിപ്പോയി. അത് കഴിഞ്ഞ് ഒരാൾക്ക് അവിടെ പണിതുകൊണ്ടിരുന്നപ്പോൾ നെഞ്ചിന് വേദന വന്നു. ഇതൊക്കെ ഈ ആരുടെയും ചെയ്തു ദോഷം കൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതെന്തായാലും വേണ്ടിയല്ല, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബനാഥനാണ് ഏറ്റവും ടോപ്പിൽ. പക്ഷെ ഒരു കുടുംബത്തിരിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീയുടെ കൈ കീഴേക്കൂടെയാണ് കുടുംബത്തെ കാര്യങ്ങളെല്ലാം ഓടിപ്പോണത്. പക്ഷെ ഒരു കുടുംബനാഥൻ എന്ന് പറയുമ്പം അങ്ങേര് കാശുണ്ടാക്കുക, വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടുപോകുക. പക്ഷെ വീട് നയിച്ചുകൊണ്ട് പോകുന്നത് സ്ത്രീകളാണ്, അല്ലേ? അമ്മമാരുടെ കൈ കീഴേക്കൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ഓടിപ്പോണത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഒത്തിരി സ്ഥലമുണ്ട്. ആ സ്ഥലമെല്ലാം കിടപ്പുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെന്നറിയാമോ, നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും അല്ലെ ഒരു അമ്പലത്തിലോട്ട് പോകാനായിട്ട്, നിങ്ങൾ ഹിന്ദുക്കളാട്ടോ, പോകാനായിട്ട് ഒരുങ്ങുക. അതല്ല നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇതേമാതിരി തന്നെ ചെയ്താൽ മതി കേട്ടോ. ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ചെയ്യുക. അപ്പം നിങ്ങൾ കുളിച്ചൊരുങ്ങി റെഡിയായി കതക് പൂട്ടുക. അതായത് എവിടെ വേണം, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നിടത്തെ കതക് അടയ്ക്കാനും പൂട്ടാനും അല്ല ഞാൻ പറഞ്ഞത്. ഇവരിവിടെ പണിതുകൊണ്ടിരിക്കുന്നിടത്ത് കെട്ടിടത്തിൻ്റെ കട്ടളയൊക്കെ വെച്ചതാ, കതക് ഡോറ് പിടിപ്പിച്ചിട്ടില്ല. എങ്കിൽ പോലും അത് സാരമില്ല. നിങ്ങൾ അവിടെ ചെന്ന് റെഡിയായി പിറക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ വാടക വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായിട്ട് നിങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വരിക. എന്നുവെച്ചിട്ട് അതിൻ്റെ മെയിൻ ഡോറെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഫ്രണ്ട് വശം മെയിൻ ഡോറിൽ കൂടെ നിങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് മെയിൻ ഡോറിൽ കൂടെ തിരിച്ചിറങ്ങിയിട്ട് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുനിഞ്ഞ് 3 ചെറിയ കല്ല്, അത് ഞാൻ നിങ്ങളെ കാണിച്ചറിയതേ, ഇതുപോലെ 1 2 3 ചെറിയ കല്ല് ഇങ്ങനെ കുനിഞ്ഞെടുക്കുക. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഇങ്ങനെ ഒരു കല്ല് കുനിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുക അവിടെ എവിടെയെങ്കിലും ഉണ്ടത്. എന്നിട്ട് വീണ്ടും ഒരു കല്ലും കൂടെ കുനിഞ്ഞെടുത്തു. അങ്ങനെ 3 പ്രാവശ്യം 3 കല്ല് കുനിഞ്ഞെടുക്കുക. ഈ കുനിഞ്ഞെടുത്ത് ഓരോ കല്ലും നമ്മൾ എന്ത് ചെയ്യണം, ഇടത്ത് കയ്യിൽ 2 കല്ല് പിടിക്കുക, വലത്ത് കയ്യിൽ 1 കല്ല് ചുരുട്ടി പിടിക്കുക. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കണം,
ആദ്യത്തെ കല്ല് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ നേരെ എങ്ങോട്ടാ പോണേ? അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ പോണ ദൂരം നിങ്ങൾക്കറിയാം. ആ ദൂരത്തെ 3ആയിട്ട് ഭാഗം ചെയ്യുക. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഒരു മനസ്സിലൊരു കണക്കുണ്ട്, ഇത്ര ദൂരം ചെല്ലുമ്പം 1/4 ഭാഗമായി, അടുത്ത അത്രയും ദൂരം ചെല്ലുമ്പം 1/2 കിലോമീറ്ററായി, അടുത്തത് 3/4 നമ്മൾ ഇടാം. കാരണം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലോ പള്ളിയുടെ കോമ്പൗണ്ടിലോ ഒന്നും ഇതിടരുത്. അപ്പം നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കണം? എൻ്റെ കുടുംബത്തിൽ അല്ലെ എൻ്റെ വീട് പണി നടക്കാതിരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോണേന്ന് വിചാരിക്കണം. അപ്പോൾ ഈ കല്ല് 3 കുനിഞ്ഞെടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് ഈ 3 കല്ലും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് 1 2 3 പ്രാവശ്യം വീടിൻ്റെ നേരെ ഫ്രണ്ട് വശം ഇങ്ങനെ ഒഴിയുക. എന്നിട്ട് 3 തുപ്പും തുപ്പുക. എന്നുവെച്ചിട്ട് 2 കല്ല് ഇടത്തേ മാറ്റി പിടിക്കുക, 1 കല്ല് വലത്തേ പിടിക്കുക. നമ്മൾ ഇവിടുന്ന് അമ്പലമായാലോ പള്ളിയായാലോ എവിടെയാണെങ്കിലും നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ദൂരത്തെ 3ആയിട്ട് ഭാഗം ചെയ്യുക. എന്നുവെച്ചിട്ട് ആ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ഓരോ കല്ല് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ദൂരേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കണം. എൻ്റെ കുടുംബത്തോട് ആരെങ്കിലും അല്ല ഞാൻ ഈ വീട് പണിയാതിരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം ഇതോടുകൂടി മാറിപ്പോണേന്ന് പറഞ്ഞിട്ടിങ്ങനെ 3 തുപ്പ് വീണ്ടും ഈ കല്ല് തുപ്പിട്ട് വലിച്ചെറിയുക. വീണ്ടും അടുത്ത ഭാഗം പിന്നത്തെ ബാക്കി ഭാഗത്തിൻ്റെ പകുതി ഭാഗം ചെല്ലുമ്പോഴും ഇതുപോലെ ഈ കല്ല് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ട് അതും ഇത് തന്നെ മനസ്സിൽ ഓർക്കാവുള്ളൂ. നമ്മുടെ വീടിനോട് ആരെങ്കിലും വീട് പണി നടക്കാനും ദോഷം ചെയ്തിട്ടുണ്ട് മാറിപ്പോണേന്ന് പറഞ്ഞ് അതും ഇടുക. അത് കഴിഞ്ഞ് അമ്പലം ആയാലും പള്ളിയായാലും അടുക്കാറാകുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ തന്നെ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച്. അപ്പം എന്നിട്ട് ഓർക്കണം, നമ്മുടെ കുടുംബത്തോട് എൻ്റെ വീട് പണി നടക്കാതിരിക്കാൻ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറിപ്പോണേന്നും പറഞ്ഞുകൊണ്ട് ഈ കല്ല് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കാം. എന്നുവെച്ചിട്ട് അമ്പലത്തിൽ പോയി നമ്മൾ നിങ്ങളുടെ പേരിൽ തന്നെ, ഇപ്പം നിങ്ങളല്ല പോകുന്നത്, അതല്ല നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, നിങ്ങളുടെ ഹസ്ബൻഡായി ഇനി യാദൃശ്യം പോകുന്നെങ്കിൽ ആ പുള്ളിയുടെ നാള്, അതല്ല നിങ്ങൾ തന്നെ ആ അമ്മ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ നാളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് അമ്പലത്തിൽ ചെയ്തേക്കാന്ന്. അപ്പം ആ ദോഷങ്ങളെല്ലാം മാറിപ്പോക്കോളും. അപ്പം ഇതേ രീതിയിൽ ഞാൻ ആ പറഞ്ഞു കൊടുത്ത് അവരെ വിട്ടിട്ട് ഇപ്പം അവരുടെ വീട് പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് തന്നെ വലിയ സന്തോഷമായിട്ട് വിളിച്ചു പറഞ്ഞു, അപ്പം ചേച്ചി വാർക്ക തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കയറി താമസത്തിന് വിളിക്കും, കുടുംബസമേതം വരണം എന്നുള്ള ക്ഷണമൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പം ചെയ്ത് ദോഷമായാലും അവരുടെ മനസ്സിൻ്റെ വിശ്വാസമായാലും ശരി, അതെല്ലാം മാറിപ്പോയി അവർ പെരപണി തുടങ്ങിയെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഏത് കാര്യത്തിനാണേലും ഇങ്ങനെ ഒരു ദോഷമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പം വീണ്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും, ചേച്ചി ഞങ്ങളുടെ ഫ്രണ്ടിലൊന്നും സ്ഥലമില്ല, അതുപോലെ ചെറിയ കല്ലുകൾ കിടപ്പില്ല, ഇൻ്റർലോക്കാണ്, അല്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസം, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ദോഷം വരുന്നിടത്ത്. അപ്പം നിങ്ങൾ ഇൻ്റർലോക്കാണെന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പം തലേ ദിവസം എവിടെ നിന്നെങ്കിലും എണ്ണിക്കല്ല് പറക്കരുത്, 6-7 കല്ല് എണ്ണിയെടുക്കരുതെന്ന് വീണ്ടും പറയുക. കൊണ്ടുവന്ന് നമ്മൾ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിൻ്റെ വാതിലിൽ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുക. അപ്പം പിറ്റേ ദിവസം നിങ്ങൾ കുളിച്ച അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലെ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കുനിഞ്ഞ് 3 കല്ലെടുത്തിട്ട് ഞാൻ ആ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കുക, ഇനി വീട് പണിയെന്ന് തന്നെയല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന മറ്റെന്ത് കാര്യങ്ങളാണേലും ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഉറപ്പായിട്ടും ആ കാര്യം നടന്നിരിക്കും. ആ അനുഭവസ്ഥയുടെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരി എന്നെ ഈ പാലുകാച്ചലിന് ക്ഷണിക്കാൻ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ അനുഭവം ഞാൻ ചേച്ചിയുടെ ഒപ്പം നിന്ന് തന്നെ എനിക്ക് പറയണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതലും വ്യക്തമാകും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.